ഹലോ എവരി വൺ, ദിസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, NTPCക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ GKയുടെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് GK പഠിക്കേണ്ടത് അല്ലേ? ഓക്കെ, ഞാൻ പറയാം. GK പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, ദെൻ പിന്നീട് ചെയ്യേണ്ട കാര്യം ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ വായിക്കണം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ പഠിച്ച പോർഷനിൽ നിന്ന് എക്സാമിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്നും, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ തന്നെയാണോ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നതെന്നും നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? എപ്പോഴും ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി വായിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അതുപോലെ തന്നെയാണ്, ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. നോബൽ പ്രൈസിൻ്റെ ബേസിക് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, GKക്ക് സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്കൊക്കെ കീപ്പ് ചെയ്തേക്കുക. ആ ബുക്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോവുക. ബേസിക് ഫാക്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്, നോബൽ പ്രൈസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ആദ്യത്തെ സ്ലൈഡ് നമുക്ക് നോക്കാം. നോബൽ പ്രൈസിനെ പറ്റി ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നോബൽ പ്രൈസ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. നോബൽ പ്രൈസ് ആരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സോ പഠിച്ചോളുക, നോബൽ പ്രൈസ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൽഫ്രഡ് നോബൽ. ഓക്കെ, നോബൽ പ്രൈസ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൽഫ്രഡ് നോബൽ. നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആൽഫ്രഡ് നോബൽ ആണ്. ഓക്കെ, ദെൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇയാളെ പറ്റി ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, ഡൈനാമൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കും. ഓക്കെ, ഡൈനാമൈറ്റ് വാസ് ഡെവലപ്ഡ് ബൈ. ഡൈനാമൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാലും അതിനും ആൻസർ എന്ത് തന്നെയാണ്? ആൽഫ്രഡ് നോബൽ തന്നെയാണ്. ഓക്കെ, പറഞ്ഞത് എന്താണ് ഇപ്പോൾ? നോബൽ പ്രൈസ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആൽഫ്രഡ് നോബൽ. ദെൻ അതിന്റെ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡൈനാമൈറ്റ് ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? ആൽഫ്രഡ് നോബൽ ആണ്. ഓക്കെ ആണേ. ഇനി അടുത്ത പോയിന്റ്സ് എന്താണ്? നമ്പർ ഓഫ് ഫീൽഡ്സ് ഇൻ വിച്ച് ദ നോബൽ പ്രൈസ് ഈസ് കറന്റ്ലി ഗിവൺ. എത്ര ഫീൽഡിലാണ് നോബൽ പ്രൈസ് നൽകി വരുന്നത്? ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ എത്ര ഫീൽഡിലാണ് നോബൽ പ്രൈസ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 6 ഫീൽഡിലാണ് കേട്ടോ. ടോട്ടൽ 6 ഫീൽഡിലാണ് നോബൽ പ്രൈസ് നൽകി വരുന്നത്. ഇനി ഏതൊക്കെ ഫീൽഡാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ്? ഫിസിക്സിന് കൊടുക്കുന്നുണ്ട് അല്ലേ? ഫിസിക്സിന് നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മെഡിസിൻ ഓർ ഫിസിയോളജി. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 ഫീൽഡിലാണ്. അതിൽ 3 ഫീൽഡ്സ് പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മെഡിസിൻ ഓർ ഫിസിയോളജി. ഇത് കൂടാതെ തന്നെ പീസിന് നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ലിറ്ററേച്ചർ, എക്കണോമിക്സ്. അപ്പൊ നോബൽ പ്രൈസ് നൽകുന്നത് ടോട്ടൽ 6 ഫീൽഡ്സിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ഫിസിയോളജി, പീസ്, ലിറ്ററേച്ചർ, എക്കണോമിക്സ്. സെറ്റ് ആണല്ലോ അത്. ഇതിന് അടുത്ത് നോക്കേ, നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ. ഇത് പറയാൻ കാരണം ഈ എക്കണോമിക്സിന് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ 1901 നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 1901 എക്കണോമിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നോബൽ പ്രൈസ് കൊടുക്കുന്നു. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1968 കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1968 എക്കണോമിക്സിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് നൽകുന്നത് ഫസ്റ്റ് അവാർഡഡ് ഇൻ തൊട്ടടുത്ത വർഷം 1969 ഓക്കെ, എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1968 ആ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഫസ്റ്റ് കൊടുക്കുന്നത് 1969 ആയിരുന്നു.
1901 ബാക്കി എല്ലാ ഫീൽഡിലും എക്കണോമിക്സിന് ഒഴിച്ചിട്ടുള്ള ഫിസിക്സിനും കെമിസ്ട്രിക്കും മെഡിസിൻ ഓർ ഫിസിയോളജി, പീസ്, ലിറ്ററേച്ചർ ഇത്രയും ഫീൽഡിൽ 1901 നോബൽ പ്രൈസ് കൊടുത്തു. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഏത് വർഷമാണ്? 1969 സോ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമൊക്കെ എന്താ? നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ്രഡ് നോബൽ. സെക്കൻഡാ, അപ്പോൾ ആൽഫ്രഡ് നോബലിനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ടത് ഡൈനാമൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? ആൽഫ്രഡ് നോബൽ ആണ്. ടോട്ടൽ എത്ര ഫീൽഡിൽ നോബൽ പ്രൈസ് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 6 ഫീൽഡ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഓർ ഫിസിയോളജി, പീസ്, ലിറ്ററേച്ചർ, എക്കണോമിക്സ്. എക്കണോമിക്സിന് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റിനും 1901 നോബൽ പ്രൈസ് കൊടുത്തു. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം 1968 നോബൽ പ്രൈസ് ആദ്യമായിട്ട് നൽകുന്നത് 1969. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, ഈ 4 പേരുടെ പേരും പഠിക്കണം കേട്ടോ. എന്താ? ദ 4 people have been awarded Nobel Prize twice. 2 തവണ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള 4 ആൾക്കാരുടെ പേരാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മേരി ക്യൂറി. ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടുന്ന ആളാണ് ആര്? മേരി ക്യൂറി. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റിനാണ്? ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടുന്ന ആളാണ് മേരി ക്യൂറി. 1903 ഫിസിക്സിനും 1911 എന്തിനും ലഭിക്കുന്നു? കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഓക്കെ, ഇനി ഫിസിക്സിന് 2 തവണ നോബൽ പ്രൈസ് ലഭിച്ചു. ടോയ്സ് ആൻഡ് വിന്നർ ഇൻ ഫിസിക്സ്. ഫിസിക്സിന് 2 തവണ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ജോൺ ബർദീൻ ആണ് കേട്ടോ. ജോൺ ബർദീൻ ആണ് ഫിസിക്സിന് 2 തവണ നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഒന്ന് 1956 ഒന്ന് 1972. ഓക്കെ, ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് ലഭിക്കുന്നത് മേരി ക്യൂറി. ടോയ്സ് ടൈം 2 തവണ ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ജോൺ ബർദീൻ. ഇനി കെമിസ്ട്രിക്കും പീസിനും നോബൽ പ്രൈസ് ലഭിക്കുന്നത് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ലിനസ് പോളിങ്ങിനാണ് കേട്ടോ. കെമിസ്ട്രിക്കും പീസിനും നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണ്? ലിനസ് പോളിങ്ങിനാണ്. കെമിസ്ട്രിക്കാണെങ്കിൽ 1954 പീസിനാണെങ്കിൽ 1962 ഓക്കെ, നമ്മൾ 3 ആൾക്കാരുടെ പേര് പറഞ്ഞു. ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടുന്നത് മേരി ക്യൂറിയാണ്. ഫിസിക്സിന് 2 തവണ നോബൽ പ്രൈസ് കിട്ടുന്നത് ജോൺ ബർദീൻ. ഇനി കെമിസ്ട്രിക്കും അതുപോലെ തന്നെ പീസിനും നോബൽ പ്രൈസ് കിട്ടുന്നത് ലിനസ് പോളിംഗ്. ഒരാളുടെ പേരുകൂടി, കെമിസ്ട്രിക്ക് 2 തവണ നോബൽ പ്രൈസ് കിട്ടുന്നു. 1958 അതുപോലെ 1980. കെമിസ്ട്രിക്ക് 2 തവണ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഫ്രെഡറിക് സാങ്ങറിനാണ് കേട്ടോ. ആർക്കാണ്? ഫ്രെഡറിക് സാങ്ങർ. ഓക്കെ, ഈ 4 പേരുടെ പേര് ഓർത്തിരിക്കുക. ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടുന്നത് മേരി ക്യൂറി. ഫിസിക്സിന് 2 തവണ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ജോൺ ബർദീൻ. കെമിസ്ട്രിക്ക് 2 തവണ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഫ്രെഡറിക് സാങ്ങർ. കെമിസ്ട്രിക്കും പീസിനും നോബൽ പ്രൈസ് ലഭിക്കുന്നത് ലിനസ് പോളിങ്ങിനാണ്. ഓക്കെ, ഇനി നോബൽ പ്രൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ല. ഈ നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഏത് രാജ്യമാണെന്ന് അറിയാമോ? നോബൽ പ്രൈസ് കൊടുക്കുന്നത് സ്വീഡൻ ആണ് കേട്ടോ. നോബൽ പ്രൈസ് നൽകുന്നത് ഏത് രാജ്യമാണ്? സ്വീഡൻ ആണ്. ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇതില് പീസിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് നോർവേ ആണ്. പീസിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഏത് രാജ്യമാണ്? നോർവേ ആണ്. ബാക്കി എല്ലാ ഫീൽഡിലും ടോട്ടൽ 6 ഫീൽഡിനും നിങ്ങൾക്ക് അറിയാം. ബാക്കി ഫീൽഡായിട്ടുള്ള ഫിസിക്സിനും കെമിസ്ട്രിക്കും അതുപോലെ തന്നെ മെഡിസിൻ ഓർ ഫിസിയോളജിക്കും ദെൻ എക്കണോമിക്സിനും ലിറ്ററേച്ചറിനും ഈ സബ്ജക്റ്റിനൊക്കെ നോബൽ പ്രൈസ് കൊടുക്കുന്നത് സ്വീഡൻ തന്നെയാണ്. പീസിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് നോർവേ ആണ്. ഓക്കെ, ഇനി ഒരു 2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. പീസിനൊഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും നോബൽ പ്രൈസ് നൽകുന്ന രാജ്യം സ്വീഡൻ ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ തന്നെ എക്കണോമിക്സിന് നോബൽ പ്രൈസ് കൊടുക്കുന്നത് എക്കണോമിക്സിന് നോബൽ പ്രൈസ് കൊടുക്കുന്നത് സ്വീഡനിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ സ്വെറിയസ് റിക്സ് ബാങ്ക് ആണ് കേട്ടോ. സ്വെറിയസ് റിക്സ് ബാങ്ക് ആണ് എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് നൽകുന്നത്. ഇതുപോലെ തന്നെ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിക്കുള്ള നോബൽ പ്രൈസ് നൽകുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഈ 2 ഫാക്റ്റുകൾ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം.
നൊബേൽ ലോറൈറ്റ്സ് നോക്കാം. ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ കറന്റ്ലി നമ്മുടെ ആപ്പില് RRB ALP ടെക്നീഷ്യൻ, RRB RPF, RRB NDPCയുടെ റെക്കോർഡഡ് സീരീസ്, അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സസ്, SSC CGL 2024 വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ. ഇത്രയും കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. സോ നിങ്ങൾ ക്ലാസ് കാണുന്ന ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മെന്ററിങ് സപ്പോർട്ടുകൾ ഉണ്ടാവും. ഇനി ഒരുപക്ഷെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സെക്ഷനിൽ തന്നെ റെക്കോർഡ് വേർഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഓക്കെ, ടോട്ടൽ ഇപ്പൊ നമുക്ക് അറിയാം, ടോട്ടൽ 6 ഫീൽഡിനാണ് നോബൽ പ്രൈസ് നൽകുന്നത് അല്ലേ. ഇനി ഇതിലെല്ലാം ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ് നോക്കാം. ആദ്യമായിട്ട് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സള്ളി പ്രുദോം കേട്ടോ. ആദ്യമായിട്ട് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സള്ളി പ്രുദോമിനാണ്. ഇതില് എക്കണോമിക്സിന് ഒഴിച്ച് ബാക്കി എല്ലാ ഫീൽഡിലും 1901 നോബൽ പ്രൈസ് കൊടുത്തു. എക്കണോമിക്സിനാണ് 1969 കൊടുക്കുന്നത്. അത് മൈൻഡിൽ വേണം, ആദ്യം നമ്മൾ പറഞ്ഞാ. അപ്പൊ ലിറ്ററേച്ചറിന് ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്നത് സള്ളി പ്രുദോമിന്. ഇനി ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, റോഞ്ചൻ ആണ് കേട്ടോ. ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് 1901 ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഞ്ചൻ. ഇനി കെമിസ്ട്രിക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ വാൻ ഹോഫിനാണ് കേട്ടോ. കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൻ ഹോഫിന്. ലിറ്ററേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ സള്ളി പ്രുദോം, ഫിസിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ റോഞ്ചൻ. ഇനി കെമിസ്ട്രി ചോദിച്ചു കഴിഞ്ഞാലോ കെമിസ്ട്രിക്ക് വാൻ ഹോഫിനാണ് ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഇനി പീസോ, ആദ്യമായിട്ട് പീസിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന 2 പേരുണ്ട് കേട്ടോ. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി ഡ്യുനന്റും ഫ്രെഡറിക് പാസി. ഓക്കെ, ഹെൻറി ഡ്യുനന്റും ഫ്രെഡറിക് പാസി. ഓക്കെ, പീസിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണ്? ഹെൻറി ഡ്യുനന്റ്, ഫ്രെഡറിക് പാസി. ഓക്കെ, ദെൻ അടുത്തത് മെഡിസിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ്. ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്നത് എമിൽ വൺ ബെറിങ്. ഓക്കെ, ആളുടെ പേര് എമിൽ വൺ. ഓക്കെ, മെഡിസിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്നത് എമിൽ വൺ ബെറിങ്. അടുത്ത എക്കണോമിക്സിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്നത് 2 പേർക്കാണ്. ഏത് വർഷമാണ്? 1969. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത് ജാൻ ടിൻബർഗൻ, റാഗ്നർ ഫ്രിഷ്. ഓക്കെ, ജാൻ ടിൻബർഗൻ, റാഗ്നർ ഫ്രിഷ്. ഓക്കെ, സോ ഈ പേരുകൾ പഠിക്കുക. ലിറ്ററേച്ചറിന് ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്നത് സള്ളി പ്രുദോം, ഫിസിക്സിനാണെങ്കിൽ റോഞ്ചൻ, കെമിസ്ട്രിയിൽ വാൻ ഹോഫ്, പീസ് ഹെൻറി ഡ്യുനന്റ് ആൻഡ് ഫ്രെഡറിക് പാസി, മെഡിസിൻ എമിൽ വൺ ബെറിങ്, എക്കണോമിക്സ് ജാൻ ടിൻബർഗൻ ആൻഡ് റാഗ്നർ ഫ്രിഷ്. അഥവാ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. GK ആണ്, നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, മറന്നു പോയില്ലേ. സ്വാഭാവികമായിട്ടും കേൾക്കുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, നോബൽ ലോറിയറ്റ്സ് ഫ്രം ഇന്ത്യ. ഇനി ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ചവർ. ഓക്കെ, ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ചവരെ നമ്മൾ സള്ളി പ്രുദോം, അങ്ങനെ കുറേ പേരുകൾ പഠിച്ചു. ഇനി ഇന്ത്യൻസ് ആണ് നോക്കുന്നത്. ഓരോ ഫീൽഡിലും നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻസിനെ പഠിക്കാൻ പോവാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ രവീന്ദ്രനാഥ ടാഗോർ. ഏത് ഫീൽഡിലാണ്? ലിറ്ററേച്ചറിനാണല്ലേ. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഏത് ഫീൽഡിലാണ്? ലിറ്ററേച്ചറിനാണ്. ഇനി ഏത് വർഷമാണെന്ന് അറിയണം. 1913 കേട്ടോ.
രവീന്ദ്രനാഥ് ടാഗോറിന് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1913 അടുത്തത് സി വി രാമൻ. സി വി രാമൻ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഫിസിക്സിനാണ്. ഏത് വർഷം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിന് സി വി രാമന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് 1930 മദർ തെരേസയ്ക്ക് പീസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1979 അമർത്യാസെൻ എക്കണോമിക്സിനാണ് കേട്ടോ. അമർത്യാസെൻ അതായത് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ് ആര്? അമർത്യാസെൻ. അമർത്യാസെന്നിന് ഏത് ഫീൽഡിലാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1998 കൈലാഷ് സത്യാർത്ഥി പീസിനാണ് കേട്ടോ. കൈലാഷ് സത്യാർത്ഥി പീസിനാണ്. ഇനി ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2014 ഇതെല്ലാ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യല്ലേ, പഠിക്കുമ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഈ ഇയർ ഉൾപ്പെടെ പഠിച്ചോണം. ഓക്കെ. അടുത്തത് അഭിജിത് ബാനർജി. അഭിജിത് ബാനർജിക്ക് എക്കണോമിക്സിനാണ് കേട്ടോ. അഭിജിത് ബാനർജിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത് എക്കണോമിക്സിനാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 കേട്ടോ. 2019 ഓക്കെ. ഇത്രയും പേരെ പഠിക്കുക. രവീന്ദ്രനാഥ് ടാഗോറിന് അതായത് ആദ്യമായിട്ട് ഈ ഫീൽഡുകളിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളവരാ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരാ. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളവരാണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിൽ ലിറ്ററേച്ചർ ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1913 സി വി രാമൻ ഫിസിക്സ് 1930 മദർ തെരേസ പീസ് 1979 അമർത്യാസെൻ എക്കണോമിക്സ് 1998 കൈലാഷ് സത്യാർത്ഥി പീസ് ഏത് വർഷമാണ്? 2014 അഭിജിത് ബാനർജി എക്കണോമിക്സ് ഏത് ഇയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവരെയും കൂടെ പഠിക്കണം. ഓക്കെ. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവരെയും കൂടെ നോക്കാം. റൊണാൾഡ് റോസ് മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇന്ത്യൻ ഒറിജിൻസ് നോബൽ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യൻ ഒറിജിൻസിനെയാണ് നോക്കുന്നത്. റൊണാൾഡ് റോസ് മെഡിസിൻ, റുദ്യാർഡ് കിപ്ലിംഗ് ലിറ്ററേച്ചർ ആണ്, ഹർഗോബിന്ദ് ഖൊറാന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഹർഗോബിന്ദ് ഖൊറാന മെഡിസിൻ, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഫിസിക്സ് ആണ് കേട്ടോ. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഫിസിക്സ്, വി എസ് നൈപ്പോള് ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പൊ ലിറ്ററേച്ചറിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവർ രണ്ടുപേര് വന്നു. റുദ്യാർഡ് കിപ്ലിംഗും വന്നു, വി എസ് നൈപ്പോളും വന്നു. പിന്നീട് ഓർക്കേണ്ടത് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ കെമിസ്ട്രി ആണ്. ഓക്കെ. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ആണെങ്കിൽ ഫിസിക്സും വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ ആണെങ്കിൽ കെമിസ്ട്രിയുമാണ്. ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കേണ്ടത് റുദ്യാർഡ് കിപ്ലിംഗിനെ അതുപോലെ തന്നെ ആരെയുമാണ്? വി എസ് നൈപ്പോളിനെയാണ്. ഓക്കെ. നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിക്കിന്റെ ബേസിക് ഫാക്റ്റുകൾ പഠിക്കുന്നു. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് കാണണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് തിയറി എങ്ങനെ പഠിക്കണമെന്നും അല്ലെങ്കിൽ തിയറി പഠിച്ചതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഓക്കെ. ഇതിൽ നമ്മൾ തിയറിയിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, തിയറിയിൽ പറയാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഓക്കെ. എന്തായാലും നോട്ട് ചെയ്ത് പോവുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യും, സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും എന്നതിന്റെ തെളിവാണ് എത്ര തവണ ചോദിച്ചിരിക്കുന്നു. 2018 ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചു, 2021 RRB NTPC ഷിഫ്റ്റ് 1 ചോദിച്ചു, 2016 NTPC എക്സാമിന് ചോദിച്ചു, അതുപോലെ തന്നെ 2021 RRB NTPC എക്സാം അടുത്തൊരു ഷിഫ്റ്റിൽ ചോദിച്ചു. മനസ്സിലായില്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്ര തവണ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്തി ഈ ഏരിയയിൽ നിന്ന്, അതായത് ഞാൻ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഏത് എക്സാമിന് ചോദിച്ചാണ് തൊട്ട് താഴെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് റെപ്പറ്റീഷൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. ഓക്കെ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോബൽ പ്രൈസ് വിന്നർ? താഴെ പറയുന്നവയിൽ നോബൽ പ്രൈസ് വിന്നർ അല്ലാത്തതാര്? നമ്മളിപ്പോ നോബൽ പ്രൈസ് വിന്നേഴ്സിന് കുറെ പേരുകളൊക്കെ പഠിച്ചല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ ആരെ പഠിച്ചിരുന്നു? കൈലാഷ് സത്യാർത്ഥിയെ പഠിച്ചു,
രവീന്ദ്രനാഥ് ടാഗോറിനെ പഠിച്ചു, അമർത്യ സെന്നിനെ പഠിച്ചു. കൈലാഷ് സത്യാർത്ഥിക്ക് 2014 പീസിനുള്ള നോബൽ പ്രൈസ്, രവീന്ദ്രനാഥ് ടാഗോറിന് 1913 ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ്, അമർത്യ സെന്നിന് എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് 1998 ലഭിക്കുന്നു. അപ്പോൾ ആർക്കാണ് നോബൽ പ്രൈസ് ലഭിക്കാത്തത്? ഇതിന് ആൻസർ എന്താണ്? മഹാത്മാഗാന്ധിക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് വേഗം എന്ത് ചെയ്യാം, ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എത്രത്തോളം റാങ്ക് മേക്കിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്കോർ നമ്മുടെ കൂടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോട്ട്സ് നിങ്ങൾ എഴുതുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വരുന്ന ഫാക്റ്റുകൾ കൂടി നോട്ട് ചെയ്ത് പോവുക. ഇത് ഓൾറെഡി നമ്മൾ ഇന്ന് പഠിച്ചല്ലേ, NTPC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി കാറ്റഗറീസ് ആർ ദെയർ ഓഫ് നോബൽ പ്രൈസ്? ടോട്ടൽ എത്ര കാറ്റഗറിയിലാണ് നോബൽ പ്രൈസ് നൽകുന്നത്? ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. എത്രയാണ്? 6 ഫീൽഡിലാണ് കേട്ടോ. നോബൽ പ്രൈസ് ടോട്ടൽ നൽകുന്നത് എത്ര ഫീൽഡിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ടോട്ടൽ 6 ഫീൽഡിലാണ് നോബൽ പ്രൈസ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഇന്ത്യൻ വൺ ദി നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ 2014? ഞാൻ ഇയർ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ. 2014 പീസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യൻ ആരാണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വിച്ച് ഇന്ത്യൻ വൺ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2014 പീസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത് കൈലാഷ് സത്യാർത്ഥിക്കും അതുപോലെ മലാല യൂസഫ്സായി, ഇവർക്ക് 2 പേർ കൂടി ചേർന്നിട്ടാണ്. ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്കും പാകിസ്ഥാനിക്കാരിയായ മലാല യൂസഫ്സായി, ഇവർക്ക് 2 പേർ കൂടെ ചേർന്നിട്ടാണ് 2014 എന്ത് ലഭിക്കുന്നത്? നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പെട്ടെന്ന് ചാടിക്കേറി മലാല യൂസഫ്സായി ആൻസർ ചെയ്യരുത്. 2014 പീസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഏത് എക്സാമിനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 2016 NTPCക്ക് ചോദിച്ചു. സെയിം ക്വസ്റ്റ്യൻ തന്നെ 2021 NTPCക്കും റിപ്പീറ്റ് ചെയ്തു. റെപ്പറ്റീഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് ഞാൻ പറയുന്നത് എല്ലാ ക്വസ്റ്റിനും അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നല്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കണക്റ്റഡ് ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, who started Bechban Bechova Andolan? Bechban Bechova Andolan campaign for which he was awarded the Nobel Prize. Bechban Bechova Andolan സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ് കേട്ടോ. ബെച്ച്ബൻ ബച്ചോവ ആന്തോളൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. ഓക്കെ, അടുത്തത് who was the only woman to win Nobel Prize in Physics and Chemistry? 4 പേരുടെ പേര് പഠിച്ചായിരുന്നല്ലോ. ഫിസിക്സിലും കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? മേരി ക്യൂറിക്കാണ് അല്ലേ. ഫിസിക്സിനും കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആരാണ്? മേരി ക്യൂറിയാണ് കേട്ടോ. ഫിസിക്സിനും കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മേരി ക്യൂറി. ഓക്കെ, ഇതിന് തൊട്ട് മുന്നത്തെ. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നോക്കേ. The UN peacekeeping forces were awarded Nobel Prize for Peace in the year. UN peacekeeping ഫോഴ്സിന് ഏത് വർഷമാണ് പീസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്? UN peacekeeping ഫോഴ്സിന് ഏത് വർഷമാണ് പീസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1988 കേട്ടോ. 1988 UN പീസ് കീപ്പിംഗ് ഫോഴ്സിന് എന്തിലുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്? പീസിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, ദ നോബൽ പ്രൈസ് അവാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡിഷ് അക്കാദമീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ 2 എണ്ണം പഠിച്ചായിരുന്നു അല്ലേ. കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ മെഡിസിൻ ആണെന്നും സ്വറിയസ് റിക്സ് ബാങ്ക് ആണെങ്കിൽ എക്കണോമിക്സ് ആണെന്നും പഠിച്ചു. ഇതെന്താണ്? സ്വീഡിഷ് അക്കാദമി. സ്വീഡിഷ് അക്കാദമി ഓഫ് നോബൽ പ്രൈസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്വീഡിഷ് അക്കാദമി. ഇതിൽ ഏത് ഫീൽഡിനാണ് നൽകുന്നത്? ഏതാണ്? നമുക്കറിയാം പീസിന് കൊടുക്കുന്നത് ഏത് രാജ്യമാണ്? നോർവേ ആണ് അല്ലേ. മെഡിസിൻ ഓർ ഫിസിയോളജിക്ക് നോബൽ പ്രൈസ് നൽകുന്നത് നമുക്കറിയാം കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ.
രാജ്യം പറയുവാണെങ്കിൽ സ്വീഡൻ. ഈ സ്വീഡനിൽ തന്നെ സ്വീഡിഷ് അക്കാദമി നോബൽ പ്രൈസ് നൽകുന്നത് ലിറ്ററേച്ചറിനാണ് കേട്ടോ. സ്വീഡിഷ് അക്കാദമി നോബൽ പ്രൈസ് നൽകുന്നത് ലിറ്ററേച്ചറിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Nobel Prize in Economic Sciences was awarded to. എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ഇതിൽ ആർക്കാ ലഭിച്ചത്? അമർത്യ സെൻ ആണ് അല്ലേ എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. എക്കണോമിക്സിന് ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്ന ഇന്ത്യനും ആരാണ്? അമർത്യ സെൻ ആണ്. ഓക്കെ, NTPC എക്സാം 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. The first Nobel Prize in Medicine was given in 1901 for the discovery of therapy against. ഏത് ഡിസീസിനെതിരെയുള്ള തെറാപ്പിക്കെതിരെയുള്ള ഇല്ലേ ഏത് വർഷം? 1901 നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഏതിന്? മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഫോർ ദ ഡിസ്കവറി ഓഫ് തെറാപ്പി എഗെയിൻസ്റ്റ്. ഏത് ഡിസീസിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെറാപ്പി ഡിസ്കവറിക്ക് വേണ്ടിയിട്ടാണ് 1901 മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്? ഡിഫ്തീരിയക്കാണ് കേട്ടോ. ഡിഫ്തീരിയാണ് ആൻസർ എന്താണ്? ഡിഫ്തീരിയ. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ വൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ വിച്ച് ബുക്ക്? രവീന്ദ്രനാഥ് ടാഗോറിന് 1913 ലിറ്ററേച്ചറുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നു എന്ന് പറഞ്ഞു തന്നു. ഇനി ഏത് ബുക്കിനാണ് ആ നോബൽ പ്രൈസ് ലഭിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗീതാഞ്ജലിക്കാണ് കേട്ടോ. ഏതിനാണ്? ഗീതാഞ്ജലി എന്ന് പറയുന്ന ബുക്കിനാണ് 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ഇന്ത്യാസ് ഓൺലി നോബൽ ലോറിയറ്റ് ഇൻ ലിറ്ററേച്ചർ? ലിറ്ററേച്ചറിന് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു നോബൽ പ്രൈസ് വിന്നർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലേ. ലിറ്ററേച്ചറിനുള്ള ഒരേ ഒരു നോബൽ പ്രൈസ് വിന്നർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഇനിയും വർഷം പറയണ്ടല്ലോ, ഏത് വർഷമാണ്? 1913 അല്ലേ. ഓക്കെ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ റിസീവ്ഡ് എ നോബൽ പ്രൈസ് ഫോർ. വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ വിൻസ്റ്റൺ ചർച്ചിലിന് ഏത് ഫീൽഡിലാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ വിൻസ്റ്റൺ ചർച്ചിലിന് ഏത് ഫീൽഡിലാണ് നോബൽ പ്രൈസ് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലിറ്ററേച്ചർ ആണ് കേട്ടോ. ലിറ്ററേച്ചർ ഫീൽഡിലാണ് വിൻസ്റ്റൺ ചർച്ചിലിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, who among the following was the first Chinese citizen to win Nobel Peace Prize? നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ചൈനീസ് സിറ്റിസൺ. നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ചൈനീസ് സിറ്റിസൺ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തേക്കാം. ഓപ്ഷൻസ് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും വീഡിയോ ഓൺ ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിയോ സിയോബോ ഇയാൾക്കാണ് എന്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്? ഇയാളാണ് പീസിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് ലഭിക്കുന്ന ഫസ്റ്റ് ചൈനീസ് സിറ്റിസൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ലിയോ സിയോബോ. ഓക്കെ, അതാണ്ട് 2 ലിയൂസിയ ഇങ്ങനെ തന്നെയായിരുന്നു ഓപ്ഷൻ വന്നത്. സോ പ്രോപ്പർലി പഠിച്ചു വെക്കുക. ആരാണ്? ലിയോ സിയോബോ. ഓക്കെ, who was awarded the Nobel Prize for the discovery of insulin? ഇൻസുലിന്റെ ഡിസ്കവറിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഫ്രെഡറിക് ബാൻറ്റിങ്ങിനാണ് കേട്ടോ. ഇൻസുലിന്റെ ഡിസ്കവറിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ആൻസർ ഫ്രെഡറിക് ബാൻറ്റിങ്ങിനാണ്. ഓക്കെ, ഫ്രെഡറിക് ബാൻറ്റിങ്ങിനാണ് ഇൻസുലിന്റെ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, which organization was formed by Henry Dunant, the winner of Nobel Peace Prize in 1901? അപ്പോൾ നോബൽ പീസ് പ്രൈസ് 1901 ഹെൻറി ഡ്യൂറന്റിനും ഫ്രെഡറിക് പാസിക്കും ലഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ഹെൻറി ഡ്യൂറന്റിന് എന്തിന്റെ ഫോർമേഷൻ ആണ് അല്ലേ? ഏത് ഓർഗനൈസേഷൻ ആണ് ഫോം ചെയ്തത്? അതിന് ആൻസർ ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആണ് കേട്ടോ.
RRB NTPC 2021 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. ഏതാണ്? റെഡ് ക്രോസിന്റെ ഫൗണ്ടർ ആയിരുന്നു. ഓക്കെ, who has been awarded the Nobel Prize for his research on transmission of malaria? ആർക്കാണ്? റൊണാൾഡ് റോസിനാണ് കേട്ടോ. ആൻസർ ആരാണ്? റൊണാൾഡ് റോസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who among the following is the youngest Nobel laureate? യങ്ങസ്റ്റ് നോബൽ ലൊറേറ്റ് ആരാണ്? മലാല യൂസഫ്സായി ആണ് കേട്ടോ. യങ്ങസ്റ്റ് നോബൽ ലൊറേറ്റ് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മലാല യൂസഫ്സായി. ഓക്കെ, in which year Kailash Satyarthi and Malala Yousafzai were jointly given the Nobel Peace Prize? ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി വീണ്ടും ചോദിക്കുന്നുണ്ടോ? ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. മലാല യൂസഫ്സായിക്കും കൈലാഷ് സത്യാർത്ഥിക്കും ഇവർക്ക് രണ്ടുപേർക്കും നോബൽ പ്രൈസ് ലഭിക്കുന്നത്, ഒരുമിച്ച് നോബൽ പ്രൈസ് ലഭിക്കുന്നത് 2014 കേട്ടോ. 2014. 19th ക്വസ്റ്റ്യൻ നോക്കാം. Name the Indian scientist who shared the Nobel Prize for Medicine and Physiology in 1968 for cracking the genetic code. Cracking genetic code. ഏത് വർഷം? 1968 നോബൽ പ്രൈസ് ലഭിക്കുന്നത് ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, 1968 നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണ്? ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, നമ്മുടെ 20th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which year was the United Nations organization awarded with Nobel Peace Prize? United Nations ഓർഗനൈസേഷന് നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്നത് ഏത് വർഷമാണ്? ആൻസർ എന്താണ്? 2001 കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് നോബൽ പീസ് പ്രൈസ് ലഭിക്കുന്ന വർഷം നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഏത് വർഷമാണ്? 2001. ഓക്കെ, ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോബൽ പ്രൈസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.